ആരോഗ്യ മേഖലയിലെ മറ്റൊരു നിർണായക പ്രവൃത്തിയുടെ ഭാഗമാവുകയാണ് കേരളം. ഒരു മാസത്തിനുള്ളിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സംസ്ഥാനത്തെ ആദ്യ സ്കിൻ ബാങ്ക് ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. സ്കിൻ ബാങ്കിന്റെ സജ്ജീകരണങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് മന്ത്രി വ്യക്തമാക്കി. ത്വക്ക് ശേഖരിച്ച് പ്രിസർവ് ചെയ്ത് ആവശ്യമായ രോഗികൾക്ക് വച്ച് പിടിപ്പിക്കാൻ സഹായിക്കുന്നതാണ് സ്കിൻ ബാങ്കിന്റെ പ്രധാന ലക്ഷ്യം. പൊള്ളലേറ്റവർക്കും അപകടങ്ങളിലൂടെ ത്വക്ക് നശിച്ചതിന് പരിഹാരം കാണുന്നതിനുള്ള ഒരു നിർണായക പ്രവർത്തനമാണ് ഇതെന്ന് മന്ത്രിയുടെ വിശദീകരണം. പൊള്ളലേറ്റവരുടെ ജീവൻ രക്ഷിക്കാൻ, അണുബാധ തടയാൻ, കൂടാതെ രോഗിയെ വൈരൂപ്യത്തിൽ നിന്ന് രക്ഷിക്കാനായി ത്വക്ക് ദാനം ചെയ്യാനുള്ള അവബോധം ശക്തമാക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. ബേൺസ് യൂണിറ്റുകളെ കൂടുതൽ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായാണ് സ്കിൻ ബാങ്ക് തുടങ്ങുന്നത്. തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ, എറണാകുളം മെഡിക്കൽ കോളേജുകളിൽ ബേൺസ് യൂണിറ്റുകൾ വിജയകരമായി പ്രവർത്തിക്കുന്നു. ആലപ്പുഴ, കണ്ണൂർ, കൊല്ലം മെഡിക്കൽ കോളേജുകളിൽ പ്ലാസ്റ്റിക് സർജറി വിഭാഗങ്ങൾ നിലവിൽ സജീവമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ബേൺസ് യൂണിറ്റ് ആരംഭിക്കുന്നതിന് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിൽ മേൽനോട്ടത്തിൽ ബേൺസ് യൂണിറ്റുകൾ പ്രോട്ടോകോൾ അടിസ്ഥാനത്തിലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഏകീകൃത ചികിത്സാ മാർഗരേഖയും പദ്ധതികളും ആരോഗ്യവകുപ്പ് നടത്തും. യോഗത്തിൽ ആരോഗ്യവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരും വിവിധ മെഡിക്കൽ കോളേജുകളിലെ സൂപ്രണ്ടുമാരും ബേൺസ് യൂണിറ്റ് നോഡൽ ഓഫീസർമാരും പങ്കെടുത്തു. കേരളം ആരോഗ്യ മേഖലയിൽ മറ്റൊരു നാഴികക്കല്ല് കുറിക്കുന്നതോടെ സ്കിൻ ബാങ്ക് പദ്ധതി സംസ്ഥാനത്തിന് വലിയ നേട്ടമാകുമെന്നത് നിസ്സംശയം. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. Your one-stop shop for news and fun. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.